റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കോട്ടയത്തു നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു പാലായിൽ നിന്നും. വെൽക്കം. അക്ഷരത്തിന്റെ തെളിച്ചമുള്ള നഗരിയാണ് കോട്ടയം. അതേപോലെ റബ്ബർ പോലെ വലിയുകയും എന്നാൽ വീണ്ടും പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്ന മണ്ഡലമാണ് പാല. പാലായിൽ നിന്നാണ് തത്സമയം നമ്മൾ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ 7 തവണ കോൺഗ്രസ് പക്ഷത്തേക്കും 6 തവണ കേരള കോൺഗ്രസിന്റെ പക്ഷത്തേക്കും 4 തവണ മാത്രം ഇടതുവശത്തേക്കും ചാഞ്ഞ ചരിത്രമാണ് കോട്ടയത്തിനുള്ളത്. കോട്ടയം ഇത്തവണ രണ്ടിലെയും ഓട്ടോറിക്ഷയും പിന്നെ കുടവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് സാധ്യത എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. കോട്ടയത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പം? ചർച്ചയിൽ നമുക്കൊപ്പം അതിഥികളായി UDF നിന്നും വസന്ത് സുരേഖ്. വെൽക്കം വസന്ത് സുരേഖ്. LDF നിന്നും സജേഷ് ശശി. വെൽക്കം സജേഷ്. NDയിൽ നിന്നും NK ശശികുമാർ. വെൽക്കം NK ശശികുമാർ. ഒപ്പം കോട്ടയത്തെ പ്രബുദ്ധരായ വോട്ടർമാരും വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട പ്രവർത്തകരും നമുക്കൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം ഞാൻ വസന്ത് സുരേഖിലേക്ക്. വസന്ത് സുരേഖ്, UDF ചെയർപേഴ്സൺ അടക്കം ഈ മണ്ഡലത്തിൽ നിന്ന്, ഈ ജില്ലയിൽ നിന്ന് തന്നെ രാജിവെച്ചു പോയൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. എന്ത് ആത്മവിശ്വാസമാണ് ഇനി ബാക്കിയുള്ളത്? ഞങ്ങളുടെ ആത്മവിശ്വാസം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ചെയ്തികൾ തന്നെയാണ്. നോക്കൂ, പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെസ് പിരിച്ചു. എന്നിട്ട് ഏറ്റവും അവസാനം 6 മാസം കുടിശ്ശികയായ പെൻഷനാണ് 2 മാസത്തെ കൊടുക്കാൻ പോകുന്നത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരായ വലിയ ആൻറ്റി ഇൻകൺവൻസി അത് സ്വാഭാവികമായും കോട്ടയത്തുണ്ട്. കോട്ടയത്തെ റബ്ബർ കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 ബഡ്ജറ്റുകളിലും ഇതിൻ്റെ അപ്പുറത്തെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന തോമസ് ഐസക് അടക്കം അവതരിപ്പിച്ച് ബാക്കി വെച്ച ബഡ്ജറ്റുകളിലെല്ലാം കോട്ടയത്ത് ഒരു റബ്ബർ പാർക്കിനെ പറ്റി പറഞ്ഞു. ആ റബ്ബർ പാർക്ക് എവിടെയാണ്? MP അറിയാമോ? ജോസ് കെ മാണിക്ക് അറിയാമോ? മുന്നണി നേതാക്കൾക്ക് ആർക്കെങ്കിലും അറിയാമോ? റബ്ബർ കർഷകരുടെ വിഷയത്തിൽ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ആ വിഷയത്തിൽ ഇടപെടാൻ പോലും സാധിക്കാത്തൊരു മുന്നണി നേതൃത്വമാണ് LDF ഇവിടെ ഉള്ളത്. ഇതേ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ റബ്ബർ കർഷകന്റെ പ്രശ്നം ശ്രീ ചാഴിക്കാടൻ പറയുമ്പോൾ, ചാഴിക്കാടനോട് എനിക്ക് സഹതാപമാണുള്ളത്. ചാഴിക്കാടൻ പറയുമ്പോൾ അതേ മുന്നണിയുടെ മുഖ്യമന്ത്രി ആദ്യം അസ്വാരസ്യപ്പെടുന്നു, പിന്നീട് അദ്ദേഹം റോഷി അഗസ്റ്റിനോട് അദ്ദേഹത്തിന്റെ ആവശ്യം ഉന്നയിക്കുന്നു, മിണ്ടായിരിക്കാൻ പറയിപ്പിക്കുന്നു. ഒടുക്കം അദ്ദേഹം മൈക്ക് കിട്ടുമ്പോൾ പറയുന്നു എവിടെ എന്ത് സംസാരിക്കണമെന്ന് അറിയാത്ത ആളാണ് ചാഴിക്കാടൻ എന്ന് പറഞ്ഞത് UDF അല്ല, രമേശ് ചെന്നിത്തലയല്ല, KC വേണുഗോപാലല്ല, വസന്ത് തെങ്ങുംപള്ളിയല്ല, പറഞ്ഞത് നമ്മുടെ പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ സ്വന്തം മുന്നണിയിൽ സ്വന്തം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോലും നാട്ടിലെ പ്രശ്നം അവതരിപ്പിക്കാൻ ചാഴികാടന് സാധിച്ചിട്ടില്ല. അത് നിവർന്നു എന്ന് പറയാൻ പറ്റിയിട്ടില്ല. ആ ചാഴികാടനെ പാർലമെന്റിലേക്ക് അയച്ചാൽ മോദിയുടെ മുമ്പിലും ഇതൊന്നും പറയാൻ സാധിക്കില്ല എന്ന ബോധ്യം അടക്കമുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാവുമെന്നാണ് വസന്ത് സൂചിപ്പിച്ചു തുടങ്ങുന്നത്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യം ചേട്ടാ, ആദ്യം അതിഥികളുടെ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം. നമുക്ക് സജേഷ്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, UDF ചെയർപേഴ്സണൊക്കെ പോയി, സജീവ് മഞ്ഞക്കടമ്പിൽ പോയി, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴും കരുത്താർജിച്ച് നിൽക്കുന്നത് അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി കോട്ടയത്ത് വന്ന് പ്രചരണം നടത്താൻ പോവുകയാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ കരുത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അവിടെയാണ് ഫ്രാൻസിസ് ജോർജ് ഓട്ടോയിൽ വന്നാലും 2ലേക്കപ്പുറത്തേക്ക് പോകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുള്ളത്. ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലെ ഏറ്റവും അഭിമാനമേറിയ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട തോമസ് ചാഴികാടനാണ്. താൻ നടക്കുന്ന വഴിയിലെ പുൽക്കൊടി പോലും നോവരുത് എന്ന് ചിന്തിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനപ്രതിനിധികൾക്കും ഒരു മാതൃകയായി ഉയർത്തി കാണിക്കാൻ കഴിയുന്നു. ഈ മണ്ഡലത്തിലെ ഏതൊരാൾക്കും സമീപസ്ഥനായ ചാഴികാടൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധിയായി കോട്ടയത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു. ഒരു പുൽക്കൊടി പോലും നോവാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് അങ്ങനെയല്ല. ഒരു പുല്ല് പോലും ഇവിടെ ഈ മണ്ഡലത്തിന്റെ കാലത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അല്ല, ഈ കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ 5 വർഷം മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് ട്രെയിൻ വന്നാൽ ചിങ്ങവനം കഴിഞ്ഞാൽ ഒറ്റ വരി പാതയാണ്. കാസർഗോഡ് ഭാഗത്ത് നിന്ന് വന്നാൽ മുളന്തുരുത്തിയിൽ വന്നാൽ ഇരട്ടവരി അവസാനിപ്പിക്കും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോട്ടയത്തോടെ കടന്നു പോകുന്ന പാത ഇരട്ടവരിയായി അതിവേഗ ട്രെയിൻ ഓടാൻ കഴിയുന്ന ഒരു ടൂറിസം പിൽഗ്രിം സെന്ററും റെയിൽവേ സ്റ്റേഷനുമായി ഉയർന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷനെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് മാറ്റിയത്. അതിലിപ്പോ തോമസ് ചാഴിക്കാടൻ വേണോ? കേന്ദ്രത്തിന്റെ ഒരു വലിയ പദ്ധതിയില്ലേ, അമൃത് പദ്ധതി, സ്റ്റേഷനുകൾ വിപുലീകരിക്കുന്നു, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിന് സമാനമായ വിധത്തിൽ ഈ കേരളത്തിലും രാജ്യത്തിന്റെ മറ്റു പല പ്രദേശങ്ങളിലെയും റെയിൽവേ സ്റ്റേഷനിൽ വികസനം സാധ്യത. ഉദാഹരണത്തിന് ഇപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയം നോക്കൂ, ഡബിൾ ഡെക്കർ ട്രെയിൻ വന്നു. അത് പാലക്കാട് MP ഗുണം കൊണ്ടല്ലോ, കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടോട്ട് നീട്ടി. അത് ഈ രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ വികസനത്തിന്റെ ഭാഗമാണ്. അതാണോ തോമസ് ചാഴിക്കാടൻ കൊടുത്ത വികസനം? മാത്രമല്ല, തോമസ് ചാഴികാടൻ ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം, താൻ പ്രതിദാനം ചെയ്യുന്ന
ആ പാർലമെന്റിലെ ഉപസമിതി, ആ ഉപസമിതിയിൽ അംഗമായിരുന്നു കൊണ്ട് 200 കോടി രൂപ ഈ നാട്ടിലെ ഈ കോട്ടയം മണ്ഡലത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ച് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കൊണ്ടുപോയി അതിവിടെ അവതരിപ്പിക്കുക. ഭിന്നശേഷി വിഭാഗം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ പൊതുവെ ആളുകളില്ല. അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ താൻ അംഗമായ പ്രതിനിധി സഭയിൽ അംഗമായിരുന്നു കൊണ്ട് പണം വാങ്ങിക്കൊണ്ടുവന്ന് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അതൊരു മാതൃകയല്ലേ? പക്ഷേ ചോദിച്ച ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇവിടെ റബ്ബർ കർഷകരുള്ള ഒരു മണ്ഡലത്തിൽ റബ്ബർ എന്ന് മിണ്ടാൻ പോലും ഇപ്പൊ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. റബ്ബറുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ UDF എന്ത് അവകാശം റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്താൻ? ഈ കോട്ടയത്ത് തന്നെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റബ്ബർ പാർക്ക് പ്രഖ്യാപിച്ചു. നമ്മുടെ തൊട്ടടുത്തല്ലേ, നമ്മുടെ വൈക്കം മണ്ഡലത്തിലെ വെള്ളൂരിൽ KPPL-നോട് ചേർന്ന് റബ്ബർ പാർക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് നിൽക്കുന്നത്. സ്വിച്ചിട്ടാൽ ഒരു ഒബ്ജക്ഷൻ റൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്ഷൻ കേട്ടിട്ട് UDF എന്താണ് റബ്ബറിന്റെ കാര്യത്തിൽ വില? റബ്ബർ സ്ഥിരതാ ഫണ്ട് എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ ആദ്യമായി റബ്ബർ കർഷകനെ ചേർത്ത് പിടിച്ച പറയട്ടെ മാണിസാറല്ലേ ഗവൺമെന്റ് ഉണ്ടോ? കേരള കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടോ? ഇല്ലെന്നേ. ആ മാണിസാർ UDF-ന്റെ ഭാഗമാ. UDF-ന്റെ ഭാഗം UDF ഗവൺമെന്റ്. ഞങ്ങളും റബ്ബർ സ്ഥിരത ഫണ്ട് അവതരിപ്പിച്ചത് മാണിസാർ തന്നെയാണ്. UDF-കാർ അന്നും ഇന്നും അദ്ദേഹത്തെ മാണിസാറിനെ വിളിച്ചിട്ടുള്ളൂ. മാറ്റി വിളിച്ചത് ആരാണെന്ന് അവർക്കറിയാം. ആ കൂടെയാണ് ഇന്ന് അവരുള്ളത്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ശ്രീ ശശികുമാറിന്റെ കൂടെ വന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്, ഈ മണ്ഡലത്തിൽ 43% ഉള്ളത് ക്രിസ്ത്യൻ വോട്ടാണ്. ആ ക്രിസ്ത്യൻ വോട്ട് നിങ്ങൾ ചോദിക്കാനായി ചെല്ലുമ്പോൾ അവർ മണിപ്പൂർ എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ആ പരിസരത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും? കേരളത്തിലെ ചാനലുകാര് നിങ്ങളുടെ പ്രധാനമന്ത്രി അരുൺകുമാർ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, കത്തോലിക്ക സഭയുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ചാനലുകാരോ അല്ല, മറിച്ച് കർദിനാൾ, ഓഷ്വാഡ്, അതുപോലെ സമുന്നതരായ മാർപ്പാപ്പ, അങ്ങനെയുള്ള ആളുകളാണ്. എന്താണ് ഡൽഹിയിലെ കർദിനാൾ പറഞ്ഞത് മണിപ്പൂർ വിഷയത്തിൽ? ഓഷ്വാഡ് പറഞ്ഞത് എന്താണെന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ BJP ആണോ അവിടെ നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വംശീയ കലാപം നടക്കുന്ന ഒരു പ്രദേശമാണ് മണിപ്പൂര്. അത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ വംശീയ കലാപത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം ആരാധനാലയങ്ങൾ എങ്ങനെ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നമ്മൾ തന്നെ കണ്ടത് 567 പള്ളികളാണ് തകർക്കപ്പെട്ടത്. 567 ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അവിടെ 260 പള്ളികൾ നശിപ്പിക്കപ്പെട്ടു. അവിടെ ആരാ ഭരിക്കുന്നത്? നിങ്ങൾ അവിടെ ആരാ ഭരിക്കുന്നത്? നിങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പേരെന്താ? മാധ്യമങ്ങളുടെ പേരില് കേരളത്തിൽ കുറെ നാളുകളായിട്ട് ഈ മണിപ്പൂരിനെ ഉപയോഗിച്ചുകൊണ്ട് BJP-ക്കെതിരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ പ്രചരണം നടത്തുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി നോക്കൂ, ഒറ്റ കാര്യമുള്ള ശശികുമാർ, ഞാൻ ഈ ചോദിക്കില്ലായിരുന്നു എങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി ബിഷപ്പുമാരും നമുക്ക് പറയാൻ അധികാരമുണ്ട്. മണിപ്പൂരിൽ കലാപമുണ്ടെങ്കിൽ മണിപ്പൂരിലെ സ്ത്രീ നോക്കൂ ശശികുമാർ, മണിപ്പൂരിലെ സ്ത്രീ നഗ്നരാക്കപ്പെട്ട് തെരുവിലൂടെ 2024 തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം 400-ലധികം സീറ്റോട് കൂടി അധികാരത്തിൽ വരും രാജ്യത്ത്. ഇതേ അരുൺകുമാറും ഇതേ റിപ്പോർട്ടർ ചാനലും ഇതേ കേരളത്തിലെ മാധ്യമങ്ങളും BJP-ക്കെതിരെ അധികാരത്തിൽ വരുമെന്ന് പ്രചരിപ്പിച്ചവരാണ്. ആ 2019 ഒറ്റയ്ക്ക് കേവലം അതുകൊണ്ട് മണിപ്പൂർ എന്ന് പറയുന്നത് ഭയപ്പെടുത്താൻ നോക്കണ്ട. ഈ രാജ്യത്ത് BJP ഉയർത്തുന്ന മുദ്രാവാക്യം വികസനമാണ്. എന്റെ ചോദ്യം കേൾക്കൂ. നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതുണ്ട് എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? അത് അരുൺകുമാർ ചോദിക്കും, ജനങ്ങൾ ചോദിക്കില്ല. അവരെന്താ ചോദിക്കുന്നത്? അവര് ചോദിക്കുന്നത് വികസനമാണ്. അവർക്ക് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നു, അവർക്ക് വൈദ്യുതി ലഭിക്കുന്നു, അവർക്ക് കുടിവെള്ളം ലഭിക്കുന്നു, പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ ഗ്യാസ് കണക്ഷൻ പാവപ്പെട്ടവർക്ക് ലഭ്യമാകുന്നു. 2024 അരുൺകുമാറെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന്റെ പ്രത്യേകതയുണ്ട്. കോട്ടയത്ത്
2004 ആവർത്തിക്കും. എന്താണ് PC തോമസ് വന്ന പോലെ? PC തോമസ് വന്നല്ലേ? കോട്ടയത്തിന് വേണ്ടത് MP ആണോ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണോ എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണോ? എന്നൊരു സംശയം ചോദിക്കട്ടെ. കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും നിങ്ങൾ പറയുന്നത് 20 കേന്ദ്രമന്ത്രിമാരോ? കേരളത്തിൽ 20 കേന്ദ്രമന്ത്രിമാരോ? ഒരു ചോദ്യം. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സൂചിപ്പിക്കുമ്പോ കേരളത്തിൽ നിലവിൽ കുറച്ച് കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, അവരെന്തു ചെയ്തു കേരളത്തിന് എന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ലേ? കേരളത്തിലെ ബിജെപിയുടെ പ്രധാനപ്പെട്ട ആയിക്കോട്ടെ, ബിജെപിയുടെ സ്വന്തം നേതാക്കന്മാർ മന്ത്രിമാരല്ലേ? മന്ത്രിസ്ഥാനം ലഭിക്കാൻ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അന്ന് PC തോമസിനെ വിജയിപ്പിച്ചു. പാലായും ഭൂരിപക്ഷം കൊടുത്തു. എന്തുകൊണ്ട്? എന്താന്ന് പറഞ്ഞത്? കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ചോദിച്ചത്. പക്ഷേ എന്താണ് ഉണ്ടായത്? ജനങ്ങൾ വിധിയെഴുതി. അപ്പൊ അന്ന് അരുൺകുമാറെ, അന്ന് ബിജെപിക്ക് 6% വോട്ടുള്ളപ്പോഴാണ് 2004 PC തോമസ് NDAയുടെ സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ഇന്ന് 16% വോട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വോട്ട് ചോദിക്കുന്നത്. കർഷകർ വിധി എഴുതുന്നൊരു മണ്ണുകൂടിയാണല്ലോ കോട്ടയം. അപ്പൊ നിങ്ങൾ കർഷകർക്ക് വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ കാർഷിക വിരുദ്ധം. ഇപ്പൊ അരുൺകുമാറിനെ പാലാഴി ടയേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം KM മാണിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ സഹകരണ ബാങ്കുകളെ കൊള്ളയടിച്ചുകൊണ്ട് ഒരെണ്ണം കൊണ്ടുവന്നു. അവിടെ ഒരു ട്രിപ്പിൾ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എത്ര കോടി രൂപയാണ് MRM PCS കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയി. അവിടുത്തെ ചെയർമാനായിരുന്ന MP ആയിട്ടുള്ള മുൻ രാജ്യസഭാംഗമായിട്ടുള്ള ജോയി നടുക്കര. അതുപോലെ ഈ പാലായിലെ സഹകരണ ബാങ്കുകൾ, വലവൂർ സർവീസ് സഹകരണ ബാങ്ക്, നമ്മുടെ കിഴതടി സഹകരണ ബാങ്ക്, നമ്മുടെ കേരള കോൺഗ്രസ് കർഷക സമരത്തിനെതിരെ നിങ്ങൾ സ്വീകരിച്ച നിലപാടടക്കം കർഷക സമരം ഇപ്പൊ എവിടെയാണ്? മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കർഷക സമരം അവസാനിച്ചു. നിങ്ങൾ 3 ബില്ലുകൾ പിൻവലിച്ചു. ആദ്യമായി നരേന്ദ്രമോദി എവിടെയാ? മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ പോയപ്പോൾ കർഷക സമരം അവസാനിച്ചു. കേൾക്കാനില്ലല്ലോ. അരുൺകുമാർ ഡൽഹിക്കൊന്ന് പോകും. കേരളത്തിലെ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ്, കിസാൻ സമ്മാൻ നിധി എല്ലാം ഏർപ്പെടുത്തിയ ഗവൺമെന്റ് ആരാ? അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്നു. പെൻഷൻ കിട്ടുന്നില്ല, പെൻഷൻ കൊടുക്കാൻ കിസാൻ സമ്മാൻ നിധി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. തൊട്ടപ്പുറം അരുൺകുമാറെ, ഈ തൊട്ടപ്പുറം നിങ്ങൾ പോയി വീഡിയോ എടുത്തു. ലണ്ടൻ ബ്രിഡ്ജ്, പ്രൈവറ്റ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ജോസ് കെ മാണി കൊണ്ടുവന്ന ലണ്ടൻ ബ്രിഡ്ജ് എങ്ങനെയാ കിടക്കുന്നത് നോക്കിയിട്ട് കേരള കോൺഗ്രസ് വർത്താനം പറ. മുത്തോലി ടെക്നിക്കൽ സ്കൂളില് കാറ്ററിംഗ് കോളേജ് കാർഡ് പിടിച്ച് വനമായിട്ട് കിടക്കുകയാണ്. എവിടെയാ വികസനം? റബ്ബറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. ചോദ്യം കേൾക്കൂ. റബ്ബറുമായി ബന്ധപ്പെട്ട് റബ്ബറിന്റെ വില ഇവിടെ കുറയാനുള്ള കാരണമായി പറയുന്നത് നിങ്ങൾ ASEAN അടക്കമുള്ള കരാറുകളിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളതാണ്. ആഗോള കരാറിൽ നിന്ന് ഒരു രാജ്യത്തിന് പിന്മാറണമെങ്കിൽ പെട്ടെന്ന് സാധിക്കില്ല. അരുൺകുമാറിനെ പോലെയുള്ള ലോക കമ്പോള നമ്മൾ മത്സരിക്കുന്നത്. വിശ്വഗുരുവല്ലേ നരേന്ദ്രമോദി? ഇതൊക്കെ വാചകമടിയാണ് ശശികുമാറെ. ഇവിടുത്തെ കർഷകരെ ASEAN കരാറിൽ ഒപ്പിട്ട് പറ്റിക്കായിരുന്നു നിങ്ങൾ. അത് കോൺഗ്രസ് ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി. റബ്ബറിന് വില കൂടില്ല. റബ്ബറിന് വില കൂടണമെങ്കിൽ UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 12 കൊല്ലത്തിന് മുമ്പ് ഇടയിൽ 4 തവണ മുന്നണി മാറുകയും 4 തവണ പാർട്ടി മാറുകയും ഇടയ്ക്ക് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി അതിന്റെ ചെയർമാനായിട്ട് ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ മുന്നണി ചേരുകയും ചെയ്തു. എന്ത് തേജോ വികാരത്തിന്റെ പേരിലാണ് ഈ 4 മുന്നണി മാറ്റം? ഇറ്റ്സ് എ ഷോർട്ട് പീരീഡ്. 12 കൊല്ലത്തിനിടയ്ക്ക് മുന്നണി മാറിയ ഏക
എന്ത് വികാരത്തിന്റെ പേരിലാണ്, സംശയം. എന്ത് സിദ്ധാന്തത്തിന്റെ പേരിലാണ്? വസന്ത് മറുപടി ഒന്ന് മറുപടി പറയാവോ? വസന്ത് മറുപടി പറയുന്നതിന് മുമ്പ് വസന്ത് മറുപടി പറയും. നിങ്ങളുടെ പാർട്ടി ഇപ്പൊ എവിടെയാ? ഞങ്ങളുടെ പാർട്ടിയെ UDF നിന്ന് പുറത്താക്കിയതുകൊണ്ട് UDF KM മാണി സാറിന്റെ പൈതൃകമുള്ള പാർട്ടിയാണ് ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞ വ്യക്തി UDF തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തുപോയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ KM മാണി സാറിന്റെ പൈതൃകം തുടങ്ങുന്ന പാർട്ടികളുണ്ട്. ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈപിടിച്ച് കയറ്റി. അതിന്റെ ഫലമാണ് ചരിത്രത്തിലില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 99 സീറ്റിൽ രണ്ടുത്തരം. ഒന്ന് ഫ്രാൻസിസ് ജോർജിനെ ആരും ചാകാത്ത പുഴുവും അണയാത്ത തീയുമുള്ള നരകത്തിൽ പോകുമെന്ന് UDF പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മാഭിമാനത്തോടു കൂടി UDF മുറ്റത്തേട്ട് കയറി വരാം. തല കുനിച്ച് അഭിമാനം പണയം വെച്ച് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന് ഒരു ഉത്തരം നേരത്തെ കൈ ഉയർത്തി. അദ്ദേഹം പറഞ്ഞു 2004 ആവർത്തിക്കും. ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായും യോജിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ MP വേണോ കേന്ദ്രമന്ത്രി വേണോ? അത് തന്നെയാണ് ഞങ്ങളുടെയും ചോദ്യം. 2004 ആവർത്തിക്കും. വാജ്പേയി ഗവൺമെന്റ് താഴെ പോയതുപോലെ നരേന്ദ്രമോദി ഗവൺമെന്റ് താഴെ പോകും. അപ്പോൾ പാലായിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ് എന്ന ഇന്ത്യ മുന്നണിയുടെ മന്ത്രി വേണോ എന്നുള്ള കേരളത്തിലെ നിങ്ങളുടെ റിപ്പോർട്ട് ചാനലടക്കം സർവേ നടത്തി പുറത്തുവിട്ടിരിക്കുന്ന 390 സീറ്റ് നേടി റിപ്പോർട്ട് മുന്നണി മാറ്റം LDF പോയ പാർട്ടി മുന്നണി മാറ്റം ഇത് മുന്നണി മാറ്റമല്ല. അതിന്റെ പേരെന്താണ്? അല്ല ചാഴികാടൻ ഇപ്പൊ ഏത് മുന്നണി? MP ആയിരുന്നുകൊണ്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോയിട്ടില്ല. ചാഴികാടൻ ഇടതുപക്ഷത്തിന്റെ കൂടെ വളരെ പെട്ടെന്ന് ഇന്ത്യ മുന്നണിയെ പറ്റി ഘോരം വസന്ത് പറയുന്നു. ജോസ് കെ മാണിയും രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. തോമസ് ചാഴികാടൻ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ MP ആണ്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത വികസനം 4100 കോടിയുടെയാണ്. 17 കോടിയുടെ MP ഫണ്ട് പരിപൂർണമായി ഉപയോഗിച്ച MP ആണ്. അതുപോലെ തുടർന്ന് ഇന്ത്യ മുന്നണി ആയിരിക്കും. അതുപോലെ കോൺഗ്രസിന് അപ്രമാദത്തൊക്കെ ഫണ്ടായിരുന്നു. ഇപ്പം ജയലളിതയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം 40, പുള്ളിക്ക് 40. അതുപോലെ 10-30 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടിയാൽ നമ്മുടെ തോമസ് ചാഴികാടൻ മന്ത്രിയാണ്. ഇവിടെ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പ്രിയ സുഹൃത്ത് പറയുകയാണ്, ഈ കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ തവണ അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടനാണെന്ന്. ശ്രീ തോമസ് ചാഴികാടനെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പാലായിൽ വന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഒരു കർമ്മകുശലതയുമുള്ള നേതാവല്ല. കുശലത ഇതൊന്നും പറഞ്ഞില്ല. അല്ല പറഞ്ഞോ ചേട്ടാ പറഞ്ഞോ. ചേട്ടാ കൈമാറ്റം പറഞ്ഞോ. കർമ്മകുശലത പിൻവലിച്ചാൽ മതി, കുഴപ്പമില്ല. കർമ്മകുശലത ഇവരിത് സ്ഥിരം പരിപാടിയാ. ഇവരിത് സ്ഥിരം പരിപാടിയാ. പറഞ്ഞോ. പിണറായി വിജയൻ തോമസ് ചാഴികാടനെ കുറിച്ച് പറഞ്ഞത് നാട്ടിലുള്ളവർക്കെല്ലാം കാര്യം മനസ്സിലായാലും ശ്രീ തോമസ് ചാഴികാടന് കാര്യം മനസ്സിലാകുമ്പോഴത്തേക്കും ഏറെ വൈകി പോകുന്നതാണ് പറഞ്ഞത്. ഇത് ഞങ്ങള് മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ് ഒരു കർമ്മകുശലതയുടെ കുറവ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം അല്ല ഇവിടെ ഒരു കാര്യം പറയട്ടെ. ഇവര് പറയിപ്പിക്കുന്നില്ല. ഇവര് സ്ഥിരം പരിപാടിയാ. ഇവര് മുന്നണി മാറുന്നതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ നേതാവ് CM തോമസ് എവിടെയായിരുന്നു? നിങ്ങളുടെ നേതാവ് CM തോമസ് എവിടെ പോയി? പ്രായമെങ്കിലും ഒന്ന് ബഹുമാനിക്ക്. ഒരു നിമിഷം ഇവിടെ
ചേട്ടാ പറഞ്ഞേട്ടെ, ഒന്നുകൂടി പറഞ്ഞോ. ഞാൻ കോട്ടയം പാർലമെന്റിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. എന്റെ പേര് സന്തോഷ് പുളിക്കൽ എന്നാണ്. എനിക്ക് പറയാനുള്ള ഇവിടെ ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തമ്മിൽ തല്ലിട്ട് എന്നെ എന്നോട് ലാഭമായിരിക്കും. ഇത് ജനങ്ങൾ മൊത്തം കേരളം. അതെ, എന്റെ പേര് സന്തോഷ് പുളിക്കൽ എന്നാണ്. ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇത് മുഴുവൻ കേരളം മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തമ്മിൽ തല്ലിയാൽ ഉള്ള വോട്ട് കുറയ്ക്കാനല്ലേ അതുകൊണ്ട് പോയിരിക്കത്തുള്ളൂ. ഞാൻ ചോദിക്കുന്നതല്ല തമ്മിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാന്ന് വെച്ചാൽ സാധാരണക്കാർക്കും പട്ടിണി പാവങ്ങൾക്കും നീതി നടപ്പാക്കി ഇനി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ആർക്കും മത്സരിക്കാം, നിയമസഭയിലേക്കും ആർക്കും മത്സരിക്കാം. അപ്പൊ ഞാനൊരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായതിന്റെ അതിന്റെ പേരിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയത്. പിന്നെ അതിൽ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ജനസമൂഹം, അതായത് ഇവിടെ തമ്മിൽ തല്ലുക എന്നുള്ളതല്ല. ഇവിടെ ചോദിച്ചല്ലോ MP വേണോ മന്ത്രി വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ MP അല്ല വേണ്ടത്, മന്ത്രിയും അല്ല വേണ്ടത്, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ജനനായകനാണ് വേണ്ടത്. അവിടെ ഞാൻ അതേ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ ഇവിടെ മാണി സാർ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മാണി സാർ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അദ്ദേഹം ജനങ്ങളെ, നിങ്ങൾ പാലാക്കാര് എന്നെ ചേർത്ത് പിടിച്ചു, നിങ്ങളാണ് എൻ്റെ എല്ലാം, നിങ്ങൾക്ക് 1000 നന്ദി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് നേരെ മറിച്ച് അതുപോലെ ഒരു അന്ന് ആ മനുഷ്യൻ, ആ അതികായകൻ എന്നീ ഭൂമി ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ നമിക്കുന്നു. പക്ഷെ എങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനല്ല. പക്ഷെ എന്നാ പോലും ഞാനൊരു കാര്യം പറയുന്നത്, ഒരു നല്ല മനുഷ്യ സ്നേഹിയെയും നല്ല ഒരു നേതാവിനെയും നല്ല ഒരു നായകനെയുമാണ് ഞങ്ങൾക്ക് പാലക്കാർക്കും കോട്ടയത്തിനും വേണ്ടത്. അതിനു വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ആര് ജയിക്കും? ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും? ഇതില് ജനവിധി എഴുതുന്ന ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ആര് ജയിക്കും ആര് തോക്കുമെന്നുള്ളതല്ല വിഷയം. ആര് ജയിച്ചാലും സാധാരണക്കാർക്കും പട്ടിണി പാവങ്ങൾക്കും ഉപകാരപ്രദനായ ഒരു നല്ല മനസ്സുള്ള നന്മയുള്ള ഒരു ജനനായകനാണ് നമുക്കിവിടെ വേണ്ടത്. ആരാണ് ഏറ്റവും നല്ലത്? അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, പ്രതികരിക്കണമെന്ന്. എന്താണ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്വഭാവം? മണ്ഡലത്തിൽ ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് തോമസ് ചാഴികാടൻ ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ കോട്ടയം പാർലമെന്റിലാണെങ്കിൽ ഓരോ സ്ഥലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും റെയിൽവേയിൽ വന്നിരിക്കുന്ന വികസനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഭിന്നശേഷിക്കാർക്ക് വന്നിരിക്കുന്ന വികസനം, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തവണ തോമസ് ചാഴികാടൻ തന്നെ കോട്ടയത്ത് നിന്ന് ജയിക്കും എന്നുള്ള 100% നമുക്ക് ഉറപ്പാണ്. തോമസ് ചാഴികാടന് വേണ്ടിയാണ്. എന്താണ് മൊത്തത്തിൽ മണ്ഡലത്തിലെ സാധ്യത? മണ്ഡലത്തിലെ സാധ്യത എന്താ? മണ്ഡലത്തില് തുഷാർ വെള്ളാപ്പള്ളിക്കാണ് മുൻതൂക്കം വരാനുള്ളത്. ചിരിക്കേണ്ട ആവശ്യകതയില്ല. കാരണം ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആദ്യമേ ചർച്ചയിലും പറഞ്ഞു ആൾക്കാർ, ഈ റെയിൽവേ വികസനം കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഫണ്ട് ഇവിടെ വരണമെങ്കിൽ കേന്ദ്രം കേരളത്തെ പരിഗണിക്കുന്നുണ്ട്, കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെയും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തമായ തെളിവാണത്. അല്ലെങ്കിൽ അത് അങ്ങനെ ഫണ്ട് ഇവിടെ വരില്ല. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പ്രോജക്റ്റുകളും ഇവിടെ നടപ്പിലാക്കി എന്ന MP-യുടെ ഒരു പുസ്തകം അടിച്ച് ഇപ്പോൾ ഇവിടെ ബൈച്ചു കൊടുത്തു. അതിനകത്ത് പറയുന്ന കേന്ദ്ര സർക്കാർ നൽകി എന്ന് പറയുന്ന ഫണ്ടാണ് അത്. MP-യുടെ ചുമതല അതാണ്, MP ചെയ്യണം. അപ്പൊ കേന്ദ്രം MP ചെയ്തു എന്ന് അവർ പറയുന്നു. കേന്ദ്ര സർക്കാർ കൊടുത്തത് കൊണ്ടാണ്. പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നത്? BJP പ്രവർത്തകർ ഞാൻ വളരെ മോശമായ പ്രവർത്തനം തന്നെയാണ്. കാരണം ഇവിടെ എല്ലാ മേഖലകളിലും ഇവിടുത്തെ ഇവിടെ നിൽക്കുന്ന ആൾ NK ശശികുമാർ കൃത്യമായിട്ട് പറഞ്ഞു, ഇവരിപ്പം മുന്നണി മാറ്റം വന്നൊരു സംവിധാനമാണല്ലോ. വെച്ചാൽ LDF UDF അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മത്സരിക്കുന്ന ഒരു സംവിധാനം. അത് സ്ഥിരതയില്ലാത്തൊരു സംവിധാനത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നിയമസഭ തെരഞ്ഞെടുപ്പ് വെച്ച് കൃത്യമായിട്ട് അറിയാം. കാരണം വെച്ചാൽ ജനനായകൻ തന്നെ, അതായത് അവരുടെ സ്ഥാനത്ത് തന്നെ തോറ്റ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. കാരണം അവർക്ക് യാതൊരു വിധത്തിലും ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ല എന്നുള്ള തെളിവാണ് അവരുടെ ഈ പാർട്ടിയുടെ ചെയർമാൻ തോറ്റ മണ്ഡലത്തിൽ അവർ സംസാരിക്കാൻ കാരണമാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് NDAക്ക് വീഴുമോ എന്നൊരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. ക്രിസ്ത്യൻ വോട്ട് വാങ്ങി വീഴും. അവരെന്ത് വിശ്വസിച്ചു? എന്തിനാണ് വീഴാതെ വരുന്നതിന്റെ കാരണമെന്ന്? വീഴാതെ വരുന്നതിന്റെ കാരണം എന്താണ്? ഈ പള്ളികൾ തകർക്കപ്പെടുന്നതൊക്കെ ഒരു വിഷയമല്ലേ? അത് എങ്ങനെ വിഷയമാകുന്നു? അതിന് കൃത്യമായ മറുപടി ഇവിടെ തന്നു കഴിഞ്ഞിരിക്കുന്നു. അത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള വംശീയ കലാപമാണ് എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതിന്മേൽ ചർച്ച എന്താണെന്നുള്ളത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിൽ നിന്ന് ആരാധനാലയങ്ങൾ വേർപെടുത്തണമെന്ന് സർക്കാരിന്റെ ഒരു നിർദ്ദേശം സംഘപരിവാറുകാർ ഇങ്ങനെ പറയുന്നത് കേട്ടു. അല്ല, അത് ചാനൽ ചർച്ചകളിലായിട്ട് നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇലക്ഷൻ സംവിധാനം വരുമ്പോൾ ഇത് നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതാണ്. അതിനേക്ക് ഇവിടുത്തെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുക തന്നെ ഈ പ്രാവശ്യം എന്നുള്ളത് വ്യക്തമാണ്. കാരണം 20 മണ്ഡലങ്ങളിൽ എടുത്താലും NDAയുടെ സാധ്യതകൾ മുന്നേറ്റം കുറിക്കുക തന്നെ ചെയ്യും. ഈ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ്, കാണ്ടമഹാൽ ഇതൊക്കെ മറന്നോ? കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമൊന്നും ഇവിടെ BJP-യുടെ തലയിൽ വെച്ച് കെട്ടേണ്ട ആവശ്യകതയൊന്നുമില്ല. BJP-കാർ ചെയ്തതല്ല, അത് സംഘപരിവാറുകാരാണ്. സംഘപരിവാർ ചെയ്തതല്ല. അത് താങ്കൾക്ക് വ്യക്തമായിട്ട് ഞാൻ താങ്കളുടെ ചാനൽ ചർച്ചയിൽ അവതരിപ്പിച്ചാണ്. ഒരു നിമിഷം, എന്തോ ചേട്ടൻ ഒരു ഫോട്ടോ കാണിച്ചു. എന്താ സംഭവം?
BJP-ക്കാര് പള്ളി തകർക്കുന്ന BJP ഒന്നുമല്ല, സംഘപരിവാറിനെ സംഘപരിവാർ പറയുന്നത് അതാണല്ലോ. ഈ സംഘപരിവാറും RSS ഒക്കെ കൂടെ കൂടിയതാണല്ലോ BJP. അല്ല BJP ഒറ്റയ്ക്ക് എവിടെ എല്ലാ വോട്ട് കിട്ടുമെന്നാ പറയുന്നത്. പക്ഷേ പലപ്പോഴും ഈ കോട്ടയം രൂപതയൊക്കെ നിൽക്കുന്നത്, കോട്ടയം രൂപതയുടെ കാര്യം അവിടെ കണ്ടത് അതൊക്കെ അവർ തീരുമാനിച്ചോളൂ. രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചാൽ മതി. കോട്ടയം രൂപതയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അരുണോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ലല്ലോ. കോട്ടയം രൂപതയുടെ എല്ലാ മതങ്ങളുടെയും ഒക്കെ അവരെ തീരുമാനിച്ചോളൂ. മതമല്ല ഇവിടെ വിഷയം. ഇവിടെ മതത്തിന് മോളെയാണല്ലോ മതം ഇത് കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാമക്ഷേത്രമാണോ ഉദ്ദേശിച്ചത്? പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് സനാതന ധർമ്മം നോക്കി അല്ലല്ലോ. ഒരു മനുഷ്യന്റെ മൂല്യം നോക്കി ഈ രാജ്യത്തെ നിയമം നോക്കിയല്ലേ പൗരത്വ നിയമം നടത്താതെ. അപ്പൊ ഈ മണ്ഡലത്തിൽ ആര് ജയിച്ചു പോകുന്ന ഈ പറയുന്നത്? ഈ മണ്ഡലത്തിൽ തോമസ് ചാഴികാടൻ ജയിക്കും. തോമസ് ചാഴികാടൻ ജയിക്കും. അത് 100% ഉറപ്പാണ്. കാരണം ജനങ്ങളിലുള്ള അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഈ മണ്ഡലത്തിലെ വോട്ടെന്ന് പറയുന്നത്. 13 വർഷമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മനുഷ്യൻ ഇന്ന് വരെ കേരള കോൺഗ്രസ് എം വിട്ട് വേറൊരു പാർട്ടിയിലും പോയിട്ടില്ല. പക്ഷേ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ. പക്ഷേ തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസ് വിട്ടു പോയില്ല. പക്ഷേ കേരള കോൺഗ്രസ് മാണി UDF വിട്ടുപോയി. ഒരു കാര്യം അതിന് മറുപടി പറയാം. കേരള കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി 1980 LDF മുന്നണിയിലല്ലായിരുന്നോ? PJ ജോസഫ് അച്യുതാനന്ദന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇടതുമുന്നണിയുടെ ഭാഗത്തായിരുന്നു. ഈ മുന്നണി മാറ്റത്തിൽ അതാണ് ചോദ്യം. വസന്ത അതിലേക്ക് മറുപടി പറയണം. അതിന് മുമ്പ് ഒരു മറുപടി കൂടി കേട്ട് വരാം. ഒറ്റ മറുപടി കൂടി കേട്ട് വരാം. ജോസ് കെ മാണി വിഭാഗത്തെ UDF-ൽ നിന്ന് പുറത്താക്കിയെന്ന് ഇതുണ്ടോ ബെന്നി ബെഹന്നാൻ പറയുന്നത് ഞാൻ കേട്ടു. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ജനകീയ യാത്ര ഇവിടെ പാലായിൽ വന്നപ്പോൾ പറയുന്നുണ്ട് തോമസ് ചാഴികാടനെ അധിക്ഷേപിച്ചു, അപമാനിച്ചു എന്ന് പറയുന്നുണ്ട്. തോമസ് ചാഴികാടൻ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഉന്നയിച്ചത്. ഒന്ന്, പാലായിലെ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം, അതിനുവേണ്ടി ബഡ്ജറ്റിലെ ഫണ്ട് വകയിരുത്തി. ചേർപ്പങ്കൽ പാലം സാധാരണക്കാർക്ക് പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അത് പണി പൂർത്തീകരിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ തുറന്നു കൊടുത്തു. റബ്ബറിന്റെ വില വർദ്ധിപ്പിക്കുന്ന കാര്യം, അതും ഈ മന്ത്രിസഭ പരിഗണിച്ചു, റബ്ബറിന്റെ വില വർദ്ധിപ്പിച്ചു. ചുരുക്കത്തിൽ തോമസ് ചാഴികാടൻ ആവശ്യപ്പെട്ട 3 കാര്യവും ഈ ജനകീയ മന്ത്രിസഭ നടപ്പിലാക്കി. ഈ ചേർപ്പുകൾ 5 വർഷത്തെ പാർലമെന്റ് എംപിക്ക് നിയമസഭയിൽ എന്ത് ചെയ്യാനുള്ളത്? എംപിക്ക് നിയമസഭയിൽ എന്ത് ചെയ്യാനുള്ളത്? അല്ലല്ല, അതൊക്കെ സാമാന്യ ഉത്തരവുണ്ട്. ഒന്ന്, ചേർപ്പുകൽ പാലം, പാലാ സ്റ്റേഡിയം, ഇവിടെ എല്ലാം കയ്യൊപ്പിട്ടതും നിയമസഭയിൽ അത് ഉന്നയിച്ചതും ബഡ്ജറ്റ് ഡിസ്കഷനിൽ വളരെ കൃത്യമായി അത് അവതരിപ്പിച്ചതും ഇവിടുത്തെ MLA ആണ് മാണി സി കാപ്പൻ. അദ്ദേഹമാണ് അത് മുമ്പോട്ട് വെച്ചത്. സ്ഥലം എംപിക്ക്. എംപിയെ പറഞ്ഞു. അല്ല ചേട്ടാ അറിഞ്ഞിരിക്കണം. വസന്ത് പറഞ്ഞു അതൊന്നും കേൾക്കുന്നില്ല. അതൊന്നും പുറത്തു പോകുന്നില്ല. വസന്ത് അതൊന്നും പുറത്ത് കേൾക്കുന്നില്ല. അരമണിക്കൂർ സംസാരിച്ചല്ലോ. വസന്ത് അതൊന്നും പുറത്തു പോകുന്നില്ല. ചേട്ടാ നടക്കുന്നു. ഒരു പൊടി കിടങ്ങ് ചേട്ടാ, ഒരു പൊടി കിടങ്ങ്. ചേട്ടാ MPയെ പറഞ്ഞു വിടുന്ന പാർലമെന്റിലേക്കാണ്, നിയമസഭയിലേക്കില്ല. ആ സാമാന്യ വിവരം അത് വേണം. എന്നിട്ട് ചർച്ചയ്ക്കാൻ പിന്നെ പറയട്ടെ. റബ്ബർ സ്ഥിരത ഫണ്ടിന്റെ കാര്യം പറയുന്നു. 220 രൂപ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്ന കാലത്ത് UDF-ന്റെ കാലത്ത് നിന്നാണ് ആ ഫണ്ട് 2 വർഷക്കാലം അട്ടിമറിച്ച് കളഞ്ഞിട്ട് ഏറ്റവും ഒടുക്കമാണ് നിങ്ങൾ ഇപ്പൊ 170 ആക്കി. ചേട്ടാ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ചേട്ടാ കിട്ടിയിട്ടില്ല. അല്ലല്ല, 220 രൂപ ഇവിടെ വില ഉണ്ടായിരുന്നു. UDF ഇറങ്ങി പോകുമ്പോ റബ്ബറിന്റെ വില 220 ആണ്. അതിൽ ശ്രീ KM മാണിക്ക് വലിയ പങ്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അവിടെ നിന്ന് ആ റബ്ബർ സ്ഥിരതാ വിലതാ ഫണ്ടിനെ അട്ടിമറിച്ച് ഇല്ലാതാക്കി ഒടുക്കം 2 വർഷക്കാലം റബ്ബർ സ്ഥിരതാ ഫണ്ട് കർഷകരുടെ അക്കൗണ്ടിൽ കൊടുക്കാതിട്ടിട്ട് ഒടുക്കം 160 ആക്കിയപ്പോ 10 രൂപ കൂട്ടിട്ട് പിച്ച കാശ് കൊടുത്തിട്ട് നിങ്ങൾ നാളമില്ലാതെ വിളിച്ചു പറയുന്നോ? നാളെ വരില്ലേ കോട്ടയത്തെ കർഷകർ നിങ്ങളെ കാർക്കിച്ചു തുപ്പും. കോട്ടയത്തെ റബ്ബർ കർഷകർ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. മറുപടി ഒറ്റ കാര്യം,
ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞയാൾ MLA അല്ല എന്ന കാര്യം ഓർക്കണം. കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് ചേർപ്പുങ്കൽ പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം നൽകിയതും ആ നിർമ്മാണം പൂർത്തിയാക്കിയ പാലം നാടിന് സമർപ്പിച്ചതും. ഒരു MLA തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ മടിച്ചു നിന്ന ഘട്ടത്തിൽ ജനങ്ങളോട് ചേർന്നു നിൽക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിലാണ് MP കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നേരിൽ പോയി കണ്ടു പറഞ്ഞത് ചേർപ്പുങ്കൽ പാലം പൂർത്തിയാക്കി തരണം. ആ പാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ആശുപത്രി, അവിടുത്തെ ആരാധനാ കേന്ദ്രം, അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ഗവൺമെന്റ് 100 ദിവസം കൊണ്ട് പാലം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്താണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കാണാതിരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചേട്ടൻ പോലും ഇപ്പോ മീഡിയ ബൈറ്റ് എടുത്ത് കാണിച്ചല്ലോ. ചേട്ടനെ ഞാൻ വെല്ലുവിളിക്കുന്നു. CAA-യുമായി ബന്ധപ്പെട്ട്, റബ്ബർ കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ MP തോമസ് ചാഴികാടൻ പാർലമെന്റിൽ അത് പറയാൻ വേണ്ടി പറഞ്ഞെന്ന് വേണ്ട, പറയാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റതിന്റെ CAA ചർച്ചയുടെ സമയത്ത് ഒന്ന് കൈ ഉയർത്തിയതിന്റെ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യം പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ മണിപ്പൂർ വിഷയത്തെ സംബന്ധിച്ച് ആദ്യം സംസാരിച്ച MP തോമസ് ചാഴികാടനാണ്. സ്ഥലം സന്ദർശിച്ചെത്തി സംസാരിച്ചു. എല്ലാ വിഷയങ്ങളിലും സമയബന്ധിതമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇടപെട്ട ജനപ്രതിനിധി. ഇദ്ദേഹത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടികളെ കൊടി ഉയർത്തിപ്പിടിക്കാൻ മടി കാണിച്ചവൻ ഇന്ത്യൻ പാർലമെന്റിൽ പോയി എങ്ങനെ ഈ സംഘപരിവാറിനെ നേരിടും? സ്വന്തം കൊടി പിടിക്കാൻ മടി കാണിച്ചു. അപ്പോ അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ നിവൃത്തിയുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യന്റെ കൈ പിടിച്ചെന്തിനാ നിങ്ങൾ പോണ്ടിച്ചേരി മത്സരിക്കുന്നത്? ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചാണ് താങ്കൾ. നിങ്ങൾ 19 പേരുമായിട്ട് ഈ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലേ ഇന്ത്യ മുന്നണി ഉള്ളൂ എന്നറിയാം. എന്നിട്ട് നാട്ടിൽ വന്ന് ഇന്ത്യ മുന്നണിയെ കുറ്റം പറയും. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്താണ് ഇന്നത്തെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ മാറ്റാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മത്സരിക്കുക എന്നത് തന്നെയാണ് നയം. ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുള്ളതാണ്. ഈ ഗവൺമെന്റിനെ മാറ്റാൻ തികച്ചും ജനദ്രോഹപരമായ 50 ദിവസം എനിക്ക് തന്നാൽ പെട്രോൾ 50 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളാണ് നരേന്ദ്രമോദി. 3500-ലധികം ദിവസം ഇരുന്നു പ്രധാനമന്ത്രി പദവിയിൽ. പെട്രോളിന് മറുപടി ശശികുമാർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി വോട്ടർമാർ. 2014 മത്സരിക്കുമ്പോൾ ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത്. ഇതേ കാര്യം ഇപ്പോഴും 2019 ഞങ്ങൾ മത്സരിച്ചു. കേവല ഭൂരിപക്ഷം രാജ്യത്തെ ജനങ്ങൾ നൽകി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി ദേശീയ ജനാധിപത്യ അധികാരത്തിൽ വരാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ പറയുന്ന കാര്യം, ഈ രണ്ടുപേരും ഇവരുടെ പ്രധാനമന്ത്രി ആരാണ്? ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും തമ്മിലടിക്കുന്നത്. അരുൺകുമാറെ, ഒരു കാര്യം കൂടി, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചല്ല ഞങ്ങൾ മുമ്പോട്ട് പോയിരിക്കുന്നത്. ഒരു ഏകാധിപത്യ സംവിധാനം തന്നെയാണ് ഇന്ത്യ. അങ്ങനെ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് ചേട്ടന് ആ 50 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോള് പാലായിൽ ഏത് പമ്പിൽ കിട്ടുമെന്ന് പറയാണ്. തിരിച്ചു പോകുമ്പോൾ ഞാൻ അടിച്ചോളാം. ഈ ചോദ്യം കൊണ്ട് രാഹുൽ ഗാന്ധി പല തെരഞ്ഞെടുപ്പുകളിലെ മധ്യപ്രദേശ്, രാജസ്ഥാന് തെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭകളിലേക്ക് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ന്യായയാത്ര നടത്തി. അവിടേക്ക് ആരാ അധികാരത്തിൽ വന്ന അരുൺകുമാറെ? വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി BJP അധികാരത്തിൽ വന്നു. കോൺഗ്രസ് ഈ തെരുവിലൂടെ CPM-ഉം കോൺഗ്രസും ഈ ചോദ്യം നടക്കാൻ മാത്രം BJP-യുടെ ഒരു രോമത്തെ തൊടാൻ പോലും ഇന്ന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും രാജ്യത്താവില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ സമയത്ത് ഇന്ത്യൻ 33 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളില് ഒറ്റ അക്കൗണ്ട് ഇല്ല. ത്രിപുര 25 വർഷം ത്രിപുര ഒറ്റ അക്കൗണ്ട് ഇല്ല. അവരാണ് പറയുന്നത് ഈ 19 സീറ്റുള്ള കേരളത്തിൽ BJP-യെ പൂട്ടിക്കാൻ വരുമെന്ന് പറയുന്ന മണ്ടന്മാരുടെ ലോകത്തല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്? ശരിയല്ലേ? അതല്ല യാഥാർത്ഥ്യം. ഇവിടെ അരുൺകുമാറെ, ഒറ്റ ചോദ്യം സജേഷിനോട് ഞാൻ ചോദിക്കുന്നു. ഈ 4700 കോടി രൂപയുടെ വികസനം പറയുന്ന തോമസ് ചാഴികാടൻ ബുക്കടിച്ചിറക്കിയിരിക്കുക.
അതിനകത്ത് 1000 കോടി രൂപ റെയിൽവേ വികസനം, 3090 കോടി രൂപയുടെ വികസനം എന്നറിയോ? NHM ഫണ്ടും RIF ഫണ്ടും. NHM ഫണ്ട് എന്താണ്? നാഷണൽ ഹെൽത്ത് മിഷൻ. റെയിൽവേ വികസനം മൻമോഹൻ സിംഗിന്റെ കാലത്ത് മുതൽ ആരംഭിച്ചതാണ് റെയിൽവേ വികസനം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തില് ഈ റെയിൽവേ വികസനം നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ എല്ലാ മേൽപ്പാലങ്ങളും എല്ലാ റെയിൽവേ ലൈനുകളും ഇരട്ടിപ്പിച്ചത്. അതിൽ തോമസ് ചാഴികാടൻ 1000 കോടി കൊണ്ടുവന്ന് പറയുന്ന ആന മണ്ടത്തരം. ഇത് ആര് വിശ്വസിക്കാനാണ്? ഈ നോട്ടീസ് മഹാനായ മാണി സാറിനെ എന്തോ വിളിച്ചെന്ന് UDF-ന്റെ പ്രതിനിധി പറഞ്ഞു. KPCC-യുടെ പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ വിളിച്ച പ്രതിപക്ഷ നേതാവിനെ വിളിച്ച പേരനാ അറിയാമോ? ഞാൻ പറയാല, ഒരു കാര്യം പറയട്ടെ, ആ പേര് ഞാൻ പറയല, ആ പേര് സുഹൃത്തെ. എനിക്ക് നാവ് തോന്നുകയില്ല. നിങ്ങൾ നാണക്കേടല്ലേ? ആ പച്ചയ്ക്ക് പറയുന്ന അരുൺകുമാർ എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഈ വേദി ഉപയോഗിക്കേണ്ടത്. വികസനം ചർച്ച ചെയ്യാൻ രാജ്യം മുഴുവൻ തോറ്റ് പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ സാധ്യതയില്ലാത്ത കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ്, കൂടുതൽ സീറ്റ് മത്സരിക്കുന്നതിന് വേണ്ടിയാണ് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയത്. ഇപ്പം അവർക്ക് എതിരായിട്ട് വേറൊരാൾക്ക് കൊടുത്തിരിക്കുക. അടുത്ത തവണ കോട്ടയത്ത് മത്സരിക്കട്ടെ UDF സുഹൃത്തെ, നിങ്ങൾ മത്സരിക്കണേ, നിങ്ങൾ വേണ്ടത് ചെയ്തോണം പറഞ്ഞിട്ടുണ്ട്. ഒരു ജോസഫ് അടുത്ത തവണ കൈപ്പത്തി കോട്ടയത്ത് മത്സരിക്കണം. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ നിന്ന് മത്സരിച്ചവര് പാർലമെന്റ് പ്രതിനിധീകരിച്ചപ്പോൾ ഒരുപാട് വികസന സംരംഭങ്ങൾ നമ്മുടെ കോട്ടയം പാർലമെന്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ടേമില് ശ്രീ തോമസ് ചാഴികാടൻ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നത് നമ്മുടെ നഗ്ന നേത്രം കൊണ്ടൊന്ന് കാണാൻ സാധിക്കുമെങ്കിൽ ഒന്ന് പറയുമോ? നിങ്ങള് നിങ്ങൾ ഈ വർണ്ണക്കടലാസ് കാണിക്കുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വർണ്ണക്കടലാസ് കാണിക്കേണ്ടി വരും. മറിച്ച് അതിനു മുമ്പ് ഇഷ്ടംപോലെ സംരംഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ശ്രീ തോമസ് ചാഴികാടൻ യാതൊരു കേന്ദ്ര പദ്ധതികളും ഈ കോട്ടയം പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടില്ല. സജീഷേ, താങ്കളുടെ പ്രവർത്തകരെ കുറച്ച് നേരമായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ ശശികുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു MP-ക്ക് പരമാവധി മണ്ഡലത്തിൽ ചെലവാക്കാൻ കഴിഞ്ഞ കോവിഡ് കാലം കഴിഞ്ഞു നിർത്തിയാൽ കിട്ടുന്നത് 17 കോടി രൂപയാണ്. ഇതിനകത്ത് ആദ്യമേ തന്നെ എഴുതിയിരിക്കുന്നത് 4100 കോടി രൂപയുടെ വികസനമാണ്. അതിൽ എത്രയാണ് റെയിൽവേയുടെ വികസനം, എത്രയാണ് മറ്റ് കേന്ദ്ര പദ്ധതികളുടെ വികസനം? ഇത് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയല്ലേ? അതെങ്ങനെ തോമസ് ചാഴികാടൻ മാത്രം ചെയ്യും? MP ഫണ്ട്, തനിക്ക് ലഭിച്ച പ്രാദേശിക വികസന ഫണ്ട് 100% തോമസ് ചാഴികാടൻ വിനിയോഗിച്ചു എന്ന കാര്യം ഉറപ്പാണല്ലോ. രാഷ്ട്രീയ എതിരാളികൾ പോലും തനിക്ക് ലഭിച്ച പ്രാദേശിക ഫണ്ട് 100% ചിലവഴിച്ച MP തോമസ് ചാഴികാടനാണെന്ന് അംഗീകരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഞാൻ പറയാം 4100 കോടി രൂപയുടെ വികസനം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നു എന്ന അച്ചടിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ്. 4100 കോടി രൂപയുടെ വികസനം നടന്ന കേരളത്തിലെ മറ്റൊരു പാർലമെന്റ് മണ്ഡലം ചൂണ്ടിക്കാണിക്കും.
അരുൺകുമാർ സജേഷ് പറയണം NHM ഫണ്ട് എന്താണെന്ന്. സജേഷ് പഞ്ചായത്ത് പ്രസിഡന്റ്, സജേഷ് അറിയാം NHM ഫണ്ട് എന്താണ്, RICF ഫണ്ട് എന്താണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. 3,900 കോടി രൂപ എഴുതി വെച്ചിരിക്കുന്നത്. ഹെൽത്ത് മിഷനാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതി തന്റെ മണ്ഡലത്തിൽ ഏറ്റവും കൃത്യതയോടുകൂടി പ്രയോഗിക്കേണ്ട പദ്ധതിയാണ് തോമസ് ചാഴികാടൻ. 100% ഫണ്ട് വിനിയോഗിച്ചു എന്ന വാക്ക് തെറ്റാണ്. 100% ഫണ്ടിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് അതുമായി ബന്ധപ്പെട്ട പദ്ധതി അവിടെ നടപ്പിലാക്കപ്പെടണം. അങ്ങനെ നടപ്പിലാക്കിയ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ഒന്നാമൻ NK പ്രേമേന്ദ്രനാണ്, രണ്ടാമത് ഡോക്ടർ ശശി തരൂരാണ്. ഇനി സജഷൻ ആണെന്നിരിക്കട്ടെ, അദ്ദേഹം ബെന്നി ബെഹനാന്റെ കാര്യം പറഞ്ഞു. മുൻ MP, ചാലക്കുടിയിലെ മുൻ MP ഇന്നസെന്റ് ബാക്കി വെച്ചു പോയ 2 കോടി അടക്കം ഈ ബെന്നി ബെഹനാന് കിട്ടിയ 17+2 19.5 കോടി രൂപ മുൻ MP വെച്ചത് കൂടി ഉപയോഗിച്ച ബെന്നി ബെഹനാനാണ് ചാഴികാടനേക്കാളും മുൻ. അപ്പോൾ കോട്ടയം മണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ മണ്ഡലത്തിലെ വികസനങ്ങളുണ്ട്, ഒപ്പം ദേശീയ വിഷയങ്ങളോടും കോട്ടയത്തെ വോട്ടർമാരെ നമുക്കറിയണം. 2019 തോമസ് ചാഴികാടൻ അന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ലോക്സഭയിലേക്ക് പോയത്. എന്നാൽ അതേ ചാഴികാടൻ അതേ 2 ചിഹ്നത്തിൽ ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മണ്ഡലത്തിലെ വോട്ടർമാർ ഏതു രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയം? പറഞ്ഞോ, എന്താ ചോദ്യം? നാളായിട്ട് പിള്ളേർ ടെസ്റ്റ്, കഴിഞ്ഞ മാസം നവംബറിൽ ടെസ്റ്റ് കഴിഞ്ഞ് പോയ പിള്ളേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, ഇത്രയും നാളത്തെ ആർക്കും വെളിയിലോട്ട് പോകാനോ വണ്ടി കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പിള്ളേർക്ക് ടെസ്റ്റ് ചുമ്മാ ഡേറ്റും കൊടുക്കാതെങ്കിൽ പിടിച്ചെടുത്തേക്കുക. ഉള്ള പൈസ അടച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ ആൾക്കാരെ തേടി ഞങ്ങൾ കേൾക്കൂ. അതായത് ഡ്രൈവിംഗ് സ്കൂൾ നടക്കേണ്ട പ്രശ്നമാണ്. ഇതടക്കം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് പൊതുവേ UDFന് ഒരു അഭിപ്രായമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകളാണ്. വിഷുചന്തയാണെങ്കിലും ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇനി 4 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട്. ഇതടക്കം ED വരുന്നു, കരുവന്നൂരിലടക്കമുള്ള വിഷയങ്ങളിൽ. ഒപ്പം തന്നെ മാസപ്പടി വിഷയത്തിൽ CMRL വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തും കർത്തയെ ചോദ്യം ചെയ്യുന്നു. നാളെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും ED എത്തിയേക്കാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഭരണവിരുദ്ധ വികാരവും നിങ്ങൾക്ക് തിരിച്ചടിയാവില്ല? അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ED എത്തിയേക്കാം എന്നതൊരു പ്രതീക്ഷയാണ് UDFന്റെ. മാധ്യമങ്ങളും അതിനാവശ്യമാവുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രചരണവും ഒരുക്കി കൊടുക്കുന്നുണ്ടെന്നതിനപ്പുറത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഈന്തപ്പഴത്തിനകത്ത് കുരു, ഖുറാനകത്ത് സ്വർണം, ചെമ്പ്, ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടോ? കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റാണ് എന്നതിന്റെ ഉദാഹരണമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മാധ്യമം നടത്തിയ സർവേ ഫലം ശരിയായോ? എല്ലാ മാധ്യമ സർവേക്കും അപ്പുറത്താണ് ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഗവൺമെന്റിനെ കാണുന്നത് എന്നതിന്റെ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കൂലേ? പാലായിലെ വോട്ടർമാരോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളൂ. അവർ KSRTC ബസ്സിൽ കയറി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ KSRTC ബസ്സിൽ കയറി ആ ഡ്രൈവറോടൊക്കെ ഒന്ന് സംസാരിച്ച് അടുത്തുള്ള സപ്ലൈകോയിൽ കയറി കുറച്ച് സാധനവും മേടിച്ച് വോട്ട് ചെയ്യാൻ പോകണം. എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. സപ്ലൈകോകൾ കാലിയല്ലേ? KSRTCയിൽ കഴിഞ്ഞ മാസം തൊട്ടാണ് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയത്. ഒരു KSRTCക്കാരന്റെ കുടുംബം വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും റേഷൻ കടയിൽ, സപ്ലൈകോയിൽ, പൊതുവിതരണ സംവിധാനങ്ങളിൽ എവിടെയെങ്കിലും പണം കൊടുക്കാൻ സാധിച്ചിട്ടോ? ഇവര് പാടി റെസിപ്റ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു. അതിന്റെ പേരിൽ 3 പേരാണ് ആത്മഹത്യ. അടുത്തുള്ള അടൂരിൽ അടക്കം ലൈഫ് മിഷൻ വീട് കൊടുക്കാത്തതിന്റെ പേരിൽ 4 പേർ ആത്മഹത്യ ചെയ്ത സംസ്ഥാനമാണിത്. ആ സംസ്ഥാനം നോർത്ത് ഇന്ത്യ അല്ല, കേരളമാണ്. ആ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. വളരെ കൃത്യമായ ആന്റി ഇൻകൺവെൻസി ഇവിടെ ഉണ്ട്. 2 രൂപ വീതം അധിക സെസ് മേടിച്ചു പെൻഷൻ കൊടുക്കാൻ വേണ്ടി. പെൻഷൻ കൊടുക്കാൻ 6 മാസം വൈകി. ഒടുക്കം ഇലക്ഷന്റെ തലേ ദിവസം എവിടുന്നൊക്കെയോ കഷ്ടപ്പെട്ടില്ലാത്ത പണം കടമെടുത്ത് പെൻഷൻ കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണ്. നേരത്തെ ആരോഗ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ആരോഗ്യമന്ത്രിയുടെ വകുപ്പിൽ പോലും 1-2 വർഷം കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. പാരസിറ്റാമോൾ അടക്കം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസിറ്റാമോൾ അടക്കം ഈ പറയുന്ന ജനറൽ ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്ത വാർത്ത റിപ്പോർട്ടർ അടക്കം പുറത്തുവിട്ടിട്ട് 1 മാസമായിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമതായി കേന്ദ്രത്തിനെതിരായി കൃത്യമായ ആന്റി ഇൻകൺവെൻസി അതുമുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്, പാലായിൽ കെ സുരേന്ദ്രൻ പറഞ്ഞ 50 രൂപയുടെ പെട്രോൾ കിട്ടുന്ന പമ്പ് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? ശോഭാ സുരേന്ദ്രൻ ഇവരുടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണ്. 2014 അടുപ്പുകൂട്ടി സമരം ചെയ്തിട്ട് ശോഭ പറഞ്ഞു, നോക്കൂ ഇപ്പോൾ 400 രൂപയാണ് എന്തിന്റെ വില, ഗ്യാസിന്റെ വില. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, മോദിജി അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും? അത് പാതിയാക്കും. 200 രൂപ ആവണമല്ലോ.
ഇവരുടെ 200 രൂപ, ശോഭയുടെ ഗ്യാരണ്ടി പ്ലസ് 1000 രൂപ, 1200 രൂപയായിരുന്നു ഗ്യാസിന് കഴിഞ്ഞ മാസം വരെയുള്ള വില. ഇവിടെ ഏതെങ്കിലും ഗ്യാസ് ഏജൻസിയിൽ പാലായിലോ അടുത്ത പ്രദേശങ്ങളിലോ കിട്ടുമെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ അത് ഞാൻ മേടിച്ചുകൊണ്ട് പോകണം. പിന്നീട് ഇവർ പറഞ്ഞൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, 2 കോടി തൊഴിൽ. 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കാൻ പോയിട്ട് ഈ പ്രാവശ്യത്തെ അവരുടെ പ്രകടന പത്രികയിൽ അവർക്കത് മിണ്ടാൻ പോലും പറ്റിയിട്ടില്ല. രാജ്യം ഈ ലോകത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ റേറ്റുള്ള രാജ്യമായി ഇത് മാറിയിട്ടുണ്ട്. ഒരു ഗ്യാരണ്ടി കൂടെ പറഞ്ഞത് എന്താണ്? സ്ത്രീ സംരക്ഷണം വലിയ ഗ്യാരണ്ടി ആയിരുന്നു. 2019-ലും 2014-ലും ഇവരുടെ സ്ത്രീ സംരക്ഷണത്തിന്റെ അംബാസിഡർ ബ്രിജ്ഭൂഷൺ സിംഗ് ആയിരുന്നു. ആ ബ്രിജ്ഭൂഷൺ സിംഗിൽ നിന്ന് സഹപാനലിസ്റ്റുകൾക്ക് കോ പാർലമെന്റേറിയൻസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ബ്രിജ്ഭൂഷൺ പ്രൂഫ് ഇട്ട് പാർലമെന്റിൽ ഇരിക്കേണ്ട ഗതികേടാണ്. അതുകൊണ്ട് ഇവരുടെ ഗ്യാരണ്ടികൾ ജനം തള്ളിക്കളയും. ഒറ്റ വാചകത്തിൽ മറുപടി കഴിഞ്ഞ് തിരിച്ചു വരാം. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറയണല്ലോ. പെട്രോൾ ഡീസൽ ഗ്യാസ് പെട്രോൾ ഡീസൽ മാത്രമല്ല, അതും പറയണല്ലോ. അതെന്താ നമുക്ക് സമാധാന ദിവസം ചർച്ച ചെയ്യാം. അവസാന ഭാഗമായില്ല അദ്ദേഹം പറഞ്ഞ ഈ ബ്രിജ്ഭൂഷൺ സിംഗ് ഒക്കെ പറഞ്ഞ തെങ്ങുമ്പോഴോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. രാഹുൽ ഗാന്ധി കുമരകത്ത് ഒന്ന് വിസിറ്റിന് വന്നായിരുന്നു, ഓർക്കുന്നുണ്ടാവും, ഒരു 15 വർഷം മുമ്പ്. അതെ, കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് അരുൺകുമാറിന് അറിയാം. അതൊക്കെ ഇപ്പൊ തെരഞ്ഞു പോകുന്ന കാര്യം എന്താ? ഈ രാഹുൽ ഗാന്ധി സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് വാദോരാതെ സംസാരിച്ചു. ബിജെപിക്കെതിരെ സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ജുവാനിറ്റെ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പൊ കൂടെ ഉണ്ടോ തെങ്ങുപള്ളി? അതും ഇതുമായിട്ട് ബന്ധം. ഈ രാജ്യത്ത് ഒരു സുഹൃത്തുമായിട്ട് സഞ്ചരിക്കുന്ന തടസ്സമുള്ളത് ഈ നാട്ടിലെ ആ സ്വാതന്ത്ര്യമില്ലേ സാറേ? ഇത് നിങ്ങളുടെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശല്ല. കുമരകത്ത് സഞ്ചാരികൾ രാഹുൽ ഗാന്ധി അത് ശരിയല്ല. പെട്രോളിന് ഡീസലിന് ഗ്യാസിന് വില ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ 15 വർഷം മുമ്പ് വന്ന പെൺകൊച്ചിന്റെ കാര്യം ചോദിക്കുന്നത് നാണക്കേടില്ലേ? ശശി അരുൺകുമാറെ മറുപടി പറയാം. ഒരു കാര്യം പറയാം. ജോസ് കെ മാണി UDF-ൽ നിന്ന് LDF-ലേക്ക് പോകുമ്പോൾ 2 സാധനമായിട്ടാ പോയത്. എന്താണ്? നോട്ട് എണ്ണുന്ന മെഷീൻ. അതിൽ ഒരെണ്ണം പിണറായി വിജയന് കൊടുത്തു. അതാണ് ഇപ്പൊ വീണ വിജയൻ AKG സെന്ററിൽ വെച്ച് നോട്ട് എണ്ണുന്ന മെഷീൻ. ഇത് നടന്ന സംഭവല്ലേ? നോട്ട് എണ്ണുന്ന മെഷീൻ KM മാണിയുടെ വസതിയിൽ ഉണ്ടായിരുന്നു എന്ന് KM മാണിയുടെ വസതിയിൽ പേടിപ്പിക്കണ്ട. ജോസ് കെ മാണി നോട്ട് എണ്ണുന്ന മെഷീനുമായിട്ട് പോയത്. അതുകൊണ്ടാണ് ED വരും. അരുൺകുമാർ ചോദിച്ചില്ലേ? ശശികുമാർ ഒരൊറ്റ ചോദ്യം. ആ പണമെണ്ണുന്ന മെഷീൻ ഉണ്ടായിരുന്ന ഒരു കാലമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അന്ന് നിങ്ങൾ ഈ രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദി എന്നായിരുന്നില്ലേ? അന്നും ED ഉണ്ടായിരുന്നില്ലേ? എന്താണ് പാലായിലോട്ട് EDക്ക് ബസ് കിട്ടിയില്ലേ? പാലായിലേക്ക് EDക്ക് ബസ് കിട്ടാഞ്ഞിട്ടല്ല. പാലായിലേക്ക് EDക്ക് ബസ് കിട്ടാഞ്ഞിട്ടല്ല. അരുൺകുമാറിനും റിപ്പോർട്ടർ ചാനൽ ഒരു സംശയവും വേണ്ട. ശശികുമാർ വികസനമില്ല. ഈ കോട്ടയത്ത് വികസനം കൊണ്ട് MP കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നു. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ലണ്ടൻ ബ്രിഡ്ജ്. അതെ, അത് കുഴപ്പമില്ലല്ലേ? ഞാൻ നിങ്ങളാണല്ലോ ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി. വികസനം കൊണ്ടുവന്നതിന്റെ അന്നേരം അതിന്റെ ഉത്തരവാദി നിങ്ങളായിരിക്കും. എല്ലാരും പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് എല്ലാരും ഫണ്ട് കേന്ദ്രത്തിന്റെ ഫണ്ടാണ് ഇവിടെ കൊണ്ടത് വിനിയോഗിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും ഇവിടെ ഭയങ്കര ബഹളം. പക്ഷെ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള എല്ലാ ജനങ്ങളുടെ നികുതിപ്പണമാണത്. ആ നികുതിപ്പണം ഒരു കുടുംബത്തിലേക്ക് നല്ലൊരു പുത്രന്റെ കൈ കൊടുത്ത ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ തോമസ് ചാഴികാടനാണ് നല്ല രീതിയിൽ വിനിയോഗിച്ചിരിക്കുന്നത്. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നുണ്ട്. തിളയ്ക്കുന്നുണ്ട് കോട്ടയത്തെ രാഷ്ട്രീയം. അപ്പോൾ കോട്ടയത്തെ രാഷ്ട്രീയത്തിന്റെ ചർച്ച നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമ്മൾ നാളെ ആലപ്പുഴയിൽ കണ്ടുമുട്ടും. രാഷ്ട്രീയം തിളയ്ക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കുരുക്ഷേത്രം തത്സമയം നാളെ വൈകുന്നേരം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.